സിഡോൺ മേഖലയിൽ മസ്ജിദിന് സമീപം ഇസ്രായേൽ നടത്തിയത് ഡ്രോൺ ആക്രമണം അല്ല എന്നും വ്യോമാക്രമണമായിരുന്നെന്നും ഇസ്രായേൽ സേന IDF സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരു കാറിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു. ആ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന നേതാവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവനുമായ അൽ മഗ്ധ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖലീൽ ഹുസൈൻ അൽ മഗ്ധ എന്നാണ് മുഴുവൻ പേര്. ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാരും മുതിർന്ന നേതാക്കളിലും ഒരാളാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തി. ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ഖലീൽ അൽ മഗ്ധയും അദ്ദേഹത്തിൻ്റെ സഹോദരനും വേണ്ട സഹായങ്ങൾ ആക്രമണകാരികൾക്ക് നൽകി എന്ന് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് തങ്ങൾ ഈ കൊലപാതകം ചെയ്തത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഒപ്പം തന്നെ 2022 ഈ അൽ മഗ്ധയും സംഘവും ഇറാനിൽ നടന്ന ഒരു പരിശീലനം നേടിയതിൻ്റെ ചിത്രവും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും മസ്ജിദിന് സമീപം നടത്തിയത് വഴിതെറ്റിപ്പോയ ഒരു ഡ്രോൺ ആക്രമണമല്ല എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ആക്രമണം നടന്നതിന് പിന്നാലെ വാർത്ത പുറത്തു വന്നിരുന്നെങ്കിലും സൈന്യം അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു, തലവനെ തന്നെയാണ് തട്ടിയതെന്ന് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.